ആ വിമാനം പറന്നുയർന്ന് 10 മിനിറ്റിനുള്ളിൽ ആ വിമാനത്തെ റാഞ്ചെടുക്കുകയും FBI പോലും സോൾവ് ചെയ്യാൻ പറ്റാത്ത ലോകം കണ്ട ഏറ്റവും വലിയ കള്ളൻ്റെ കഥ. വെൽക്കം ബാക്ക് ടു റിവൈൻഡ് മലയാളം. 1971 നവംബർ 24 അമേരിക്കയിലെ പോർട്ട്ലാൻഡ് വിമാനത്താവളം. സമയം ഏകദേശം ഉച്ചകഴിഞ്ഞ് 2:30 കാണും. ഷെഡ്യൂൾ പ്രകാരം ഉച്ചകഴിഞ്ഞ് 2:50 പോർട്ട്ലാൻഡിൽ നിന്നും വാഷിങ്ടണിലെ സിയാറ്റിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുകയാണ് 727 കാറ്റഗറിയിൽപ്പെട്ട 305 വിമാനം. ആ സമയത്താണ് വെള്ള ഷർട്ടും കറുത്ത ടൈയും കറുത്ത സ്യൂട്ടും കറുത്ത റെയിൻകോട്ടും ധരിച്ച ഒരാൾ കയ്യിൽ ഒരു സ്യൂട്ട് കേസുമായി ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോകുന്നത്. വിമാനത്തിൽ പോകുന്ന ഒരാൾ എന്തിനാണ് റെയിൻകോട്ട് ധരിക്കുന്നത് എന്ന സംശയം നമുക്കെല്ലാവർക്കും ഉണ്ടാകും. അത് വലിയൊരു ട്വിസ്റ്റാണ്. ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാകും. അങ്ങനെ ടിക്കറ്റ് കൗണ്ടറിലെത്തുന്ന അയാൾ സിയാറ്റിലേക്ക് ഒരു ടിക്കറ്റ് വാങ്ങുകയാണ്. ടിക്കറ്റിലെ അയാളുടെ പേരെന്ന് പറയുന്നത് ഡാൻ കൂപ്പർ എന്നതായിരുന്നു. അയാൾക്ക് പോകേണ്ട ഫ്ലൈറ്റ് 305-ൽ അയാൾ കയറുകയും അയാൾക്ക് നിശ്ചയിച്ചിരുന്ന ഫ്ലൈറ്റിൻ്റെ അവസാന നിരയിലെ 18E സീറ്റിൽ ഇരിക്കുകയുമാണ്. 36 യാത്രക്കാർ, 4 ക്രൂ മെമ്പേഴ്സ്, പൈലറ്റ്, കോ പൈലറ്റ്, അങ്ങനെ ആകെ മൊത്തം 42 പേരുമായി ഫ്ലൈറ്റ് 305 വിമാനം കൃത്യം 2:50 ടേക്ക് ഓഫ് ചെയ്യുകയാണ്. ഏതാനും മിനിറ്റുകൾ കഴിയുമ്പോൾ ഡാൻ കൂപ്പർ തനിക്ക് കുടിക്കാനുള്ള ഡ്രിങ്ക് ഓർഡർ ചെയ്യുകയും ഫ്ലോറൻസ് ഷാഫ്നർ എന്ന ഫ്ലൈറ്റ് അറ്റൻഡർ അത് സെർവ് ചെയ്യുകയുമാണ്. ഡാൻ കൂപ്പർ ഡ്രിങ്ക് ചെയ്യുന്നതിനിടയിൽ അയാളുടെ പോക്കറ്റിൽ നിന്നും ഒരു കുറിപ്പെടുത്ത് ഷാഫ്നറിന് കൊടുക്കുകയും ഷാഫ്നർ ചിരിച്ചുകൊണ്ട് ആ ഒരു കുറിപ്പ് വാങ്ങി പോക്കറ്റിലിടുകയുമാണ്. സാധാരണ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന VIP-കൾ പലരും അത്തരത്തിൽ എയർ ഹോസ്റ്റേഴ്സിന് കുറിപ്പുകൾ നൽകാറുണ്ട്. ഇതും അത്തരത്തിൽ ഒരു കുറിപ്പായിരിക്കുമെന്ന് വിചാരിച്ചാണ് ഷാഫ്നർ ആ കുറിപ്പ് വായിച്ചു നോക്കാതെ പോക്കറ്റിലിടുന്നത്. പക്ഷേ ഇത് കാണുന്ന ഡാൻ കൂപ്പർ ഷാഫ്നറിനോട് പറയുകയാണ്, മാഡം, താങ്കൾ ആ കുറിപ്പ് വായിച്ചു നോക്കുന്നതായിരിക്കും നല്ലത്. എൻ്റെ കൈവശം ബോംബുണ്ടെന്ന് പറയുമ്പോൾ ഷാഫ്നർ ആ കുറിപ്പ് തുറന്ന് വായിക്കുകയാണ്. ആ കുറിപ്പിലുണ്ടായിരുന്നത്, എൻ്റെ കയ്യിൽ ബോംബുണ്ട്, ദയവായി നിങ്ങൾ എൻ്റെ അടുത്ത് തന്നെ ഇരിക്കണമെന്നാണ് എഴുതി വച്ചിട്ടുണ്ടായിരുന്നത്. ഷാഫ്നർ ആ ഒരു കുറിപ്പ് ഡാൻ കൂപ്പറിന് നൽകിയതിന് ശേഷം ഡാൻ കൂപ്പറിൻ്റെ അടുത്തിരിക്കുകയും പെട്ടി തുറക്കണമെന്ന് ആവശ്യപ്പെടുകയുമാണ്. അങ്ങനെ ഡാൻ കൂപ്പർ സൂട്ട് കേസ് തുറക്കുകയാണ്. സൂട്ട് കേസ് തുറന്നപ്പോൾ അതിൽ ഡൈനാമിറ്റുകളും ചെറിയ സിലിണ്ടറുകളും കാണുന്ന ഷാഫ്നർ താങ്കളുടെ ആവശ്യം എന്താണെന്ന് DB കൂപ്പറിനോട് ചോദിക്കുകയാണ്. കൂപ്പർ തൻ്റെ ഡിമാൻഡ്സ് ഓരോന്നും പറയുകയും ഷാഫ്നർ അതൊരു പേപ്പറിൽ എഴുതി പൈലറ്റിനെ ഏൽപ്പിക്കുകയുമാണ്. അങ്ങനെ കോ പൈലറ്റ് ഉടനെ തന്നെ സിയാറ്റിൻ എയർപോർട്ടിലേക്ക് വിളിച്ച് ഫ്ലൈറ്റ് ഹൈജാക്ക് ചെയ്ത വിവരവും ഹൈജാക്കറുടെ ഡിമാൻഡ്സ് എന്തൊക്കെയാണെന്നും വിവരിക്കുകയുമാണ്. അതായത് ഡാൻ കൂപ്പറിൻ്റെ ഡിമാൻഡ്സ് എന്ന് പറയുന്നത് $20 $2 ലക്ഷം 4 പാരച്യൂട്ടുകളും ആവശ്യപ്പെടുകയാണ്. അടുത്ത ഏതാനും മണിക്കൂറിൽ വിമാനം ഹൈജാക്ക് ചെയ്ത വിവരം കാട്ടുതീ പോലെ പടരുകയും ന്യൂസ് ചാനലുകളും റിപ്പോർട്ട് ചെയ്യാൻ ആരംഭിക്കുകയുമാണ്. ഈ സമയത്ത് വിമാനത്തിനകത്ത് യാത്രക്കാരുടെ ഭാഗത്തു നിന്നും എന്തുകൊണ്ട് അരമണിക്കൂറിൽ ലാൻഡ് ചെയ്യേണ്ട വിമാനം ഇനിയും ലാൻഡ് ചെയ്തിട്ടില്ല എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ വരികയാണ്. കാലാവസ്ഥ മാറ്റങ്ങൾ കാരണമാണ് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ വൈകുന്നതെന്ന് കാരണം പറഞ്ഞ് യാത്രക്കാരെ സമാധാനിപ്പിക്കുകയാണ് ഈ ക്രൂ മെമ്പേഴ്സ് ഓരോരുത്തരും. ഇതിനിടയിൽ ഡാൻ കൂപ്പറിനും പൈലറ്റിനുമിടയിൽ മീഡിയേറ്റർ ആയി പ്രവർത്തിക്കുന്ന ടീന മക്ലോവിനോട് ഡാൻ കൂപ്പർ കുറച്ച് കാര്യങ്ങൾ കൂടി പറയുകയാണ്. അതായത് വിമാനം എയർപോർട്ടിലെ പ്രധാന ടെർമിനലിൻ്റെ അകലെയായി പാർക്ക് ചെയ്യാൻ പറയണം. അതുമാത്രമല്ല, വിമാനം ലാൻഡ് ചെയ്ത ഉടനെ തന്നെ ഇന്ധനം നിറയ്ക്കാനുള്ള ട്രക്ക് വിമാനം ലാൻഡ് ചെയ്ത ഭാഗത്തേക്ക് കൊണ്ടുവരണം. അതുമാത്രമല്ല, നീ വേണം ഈ മോചനദ്രവ്യവും പാരച്യൂട്ടും പുറത്തുപോയി വാങ്ങേണ്ടതെന്ന് മക്ലോവിനോട് പറയുകയാണ്. മക്കളോ ഈ കാര്യങ്ങളെല്ലാം ഫ്ലോറൻസിന് എഴുതി കൊടുക്കുകയും ഫ്ലോറൻസ് ക്യാപ്റ്റനെ ഈ കാര്യങ്ങളെല്ലാം അറിയിക്കുകയുമാണ്. ഒടുവിൽ വൈകുന്നേരം 5:46 ആകുമ്പോൾ വിമാനം എയർപോർട്ടിൻ്റെ ഒരറ്റത്ത് ലാൻഡ് ചെയ്യുകയും ഇന്ധനം നിറയ്ക്കാനുള്ള ട്രക്ക് വിമാനത്തിനടുത്തേക്ക് വരികയും ഇന്ധനം നിറയ്ക്കാൻ ആരംഭിക്കുകയുമാണ്. അതിനിടയിൽ ഡാൻ കൂപ്പറിൻ്റെ നിർദ്ദേശപ്രകാരം ടീന മക്ലോ വിമാനത്തിന് പുറത്തേക്കിറങ്ങുകയും 4 പാരച്യൂട്ടുകളും $2 ലക്ഷം എയർപോർട്ട് അധികൃതരിൽ നിന്ന് വാങ്ങുകയും വിമാനത്തിനകത്തേക്ക് കയറിപ്പോവുകയും മോചനദ്രവ്യവും പാരച്യൂട്ടുമെല്ലാം ഡാൻ കൂപ്പറിനെ ഏൽപ്പിക്കുകയുമാണ്. ഇതിനിടയിൽ FBI സംഘം വിമാനത്തിനകത്ത് കയറി ഡാൻ കൂപ്പറിനെ പിടികൂടാൻ ശ്രമം നടത്തിയെങ്കിലും അത് പരാജയപ്പെടുകയായിരുന്നു. അങ്ങനെ വിമാനത്തിലെ ഇന്ധനം നിറക്കുന്നതിനിടയിൽ കുറച്ച് കാര്യങ്ങൾ കൂടി ഈ പൈലറ്റിനോട് വിശദീകരിക്കുകയാണ് ഡാൻ കൂപ്പർ. വിമാനത്തിലെ ഇന്ധനം നിറച്ചതിന് ശേഷം ഞാൻ യാത്രക്കാരെയും 2 ക്രൂ മെമ്പേഴ്സിനെയും റിലീസ് ചെയ്യും. അതിനുശേഷം വിമാനം മെക്സിക്കോ സിറ്റിയിലേക്ക് പറക്കണം. അതും 3000 മീറ്റർ ഉയരത്തിൽ മാത്രമേ പറക്കാവൂ. മാത്രമല്ല, വിമാനത്തിൻ്റെ എയർ സ്റ്റെയർ, അതായത് യാത്രക്കാർക്ക് ഇറങ്ങാനുള്ള സ്റ്റെയർ കേസ് തുറന്നു തന്നെ വെക്കണമെന്ന് ക്യാപ്റ്റനോട് ഡാൻ കൂപ്പർ ആവശ്യപ്പെടുകയാണ്.
പക്ഷേ ചില ഡിമാൻഡുകൾ അംഗീകരിക്കാൻ സാധ്യമല്ല എന്ന് ക്യാപ്റ്റൻ പറയുകയാണ് ഡാൻ കൂപ്പറിനോട്. അതായത് വിമാനത്തിൻ്റെ സ്റ്റെയർ കേസ് തുറന്നു വച്ചാൽ അത് വലിയ അപകടം വിളിച്ചു വരുത്തുമെന്നും അതുമാത്രമല്ല വിമാനം മെക്സിക്കോ സിറ്റി എത്തുന്നതിന് മുമ്പ് ഇന്ധനം നിറയ്ക്കണം, അതിന് എവിടെയാണ് നിർത്തേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഡാൻ കൂപ്പർ അതിനുള്ള ഒരു സൊല്യൂഷൻ കൂടി ഈ ഒരു പൈലറ്റിന് പറഞ്ഞു കൊടുക്കുകയുമാണ്. ഇന്ധനം നിറയ്ക്കാൻ വിമാനം റെനോ എയർപോർട്ടിൽ ഇറക്കാമെന്നും വിമാനത്തിൻ്റെ സ്റ്റെയർ കേസ് തുറന്നു വെക്കേണ്ട, മറിച്ച് അത് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടതെന്ന് ഡെമോ കാണിച്ചു തരണമെന്ന് ക്യാപ്റ്റനോട് നിർദ്ദേശിക്കുകയാണ്. അതനുസരിച്ച് ടീന മക്ലോ സ്റ്റെയർ കേസ് ഓപ്പൺ ചെയ്ത് അതിൻ്റെ ഡെമോ കാണിച്ചു കൊടുക്കുകയുമാണ്. അങ്ങനെ സമയം രാത്രി 7:40 ആകുമ്പോൾ വിമാനത്തിലെ ഇന്ധനം നിറച്ചു കഴുകുകയും യാത്രക്കാരെയും 2 ക്രൂ മെമ്പേഴ്സിനെയും റിലീസ് ചെയ്യുന്ന DB കൂപ്പർ ബാക്കിയുണ്ടായിരുന്ന 2 എയർ ഹോസ്റ്റേഴ്സിനെയും കോക്ക്പിറ്റിൽ തുടരാൻ നിർദ്ദേശിച്ച ശേഷം വിമാനം ടേക്ക് ഓഫ് ചെയ്യാൻ പൈലറ്റിനോട് ആവശ്യപ്പെടുകയുമാണ്. ഇതിനിടയിൽ FBI സംഘം 4 ചെറു വിമാനങ്ങളിലായി ഡാൻ കൂപ്പർ അറിയാതെ കൂപ്പർ സഞ്ചരിച്ച വിമാനത്തെ ഫോളോ ചെയ്യുകയുമാണ്. അങ്ങനെ വിമാനം പറന്നുയർന്ന കൃത്യം 8 മണിയാകുമ്പോൾ എമർജൻസി അലാറം മുഴങ്ങുകയാണ്. അറ്റൻഡന്റുമാരും പൈലറ്റും എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ പതറിപ്പോയ മണിക്കൂറുകളാണ് പിന്നീട് കടന്നുപോയത്. ക്രൂ മെമ്പേഴ്സ് പാസഞ്ചർ ഏരിയയിലേക്ക് വരരുതെന്ന് ഡാൻ കൂപ്പറിൻ്റെ താക്കീത് ഉള്ളതുകൊണ്ട് തന്നെ ക്രൂ മെമ്പേഴ്സ് ആരും തന്നെ പാസഞ്ചർ ഏരിയയിലേക്ക് വരാൻ ധൈര്യപ്പെടുന്നുമില്ല. ഒടുവിൽ വിമാനം റെനോ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുകയാണ്. അങ്ങനെ ലാൻഡ് ചെയ്ത ഉടനെ തന്നെ ക്രൂ മെമ്പേഴ്സ് ഡാൻ കൂപ്പറിനെ വിവരം അറിയിക്കാൻ പാസഞ്ചർ ഏരിയയിലേക്ക് വന്നപ്പോഴാണ് ഡാൻ കൂപ്പർ രക്ഷപ്പെട്ട വിവരം അവർ അറിയുന്നത്. അടുത്ത ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ FBIയും എയർപോർട്ട് അധികൃതരും വിമാനം മുഴുവൻ പരിശോധിക്കുകയാണ്. അവർക്ക് അവിടെ നിന്നും 2 പാരച്യൂട്ടുകളും കുറച്ച് സിഗരറ്റ് കുറ്റികളും കുറച്ച് വിരൽ അടയാളങ്ങളും ലഭിക്കുകയാണ്. FBI ക്രൂ മെമ്പേഴ്സ് ഓരോരുത്തരെയായി വിശദമായി ചോദ്യം ചെയ്ത് ഡാൻ കൂപ്പറിൻ്റെ രേഖാചിത്രം തയ്യാറാക്കുകയും അത് പബ്ലിഷ് ചെയ്യുകയുമാണ്. അങ്ങനെ റിപ്പോർട്ട് ചെയ്ത ഒരു ന്യൂസ് ചാനലാണ് ഡാൻ കൂപ്പർ എന്ന പേര് മാറ്റി DB കൂപ്പർ എന്ന് ഉച്ചരിക്കുന്നതും മറ്റ് മാധ്യമങ്ങളും FBIയും DB കൂപ്പർ എന്ന പേരിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുകയുമാണ്. ക്രൂ മെമ്പേഴ്സിനെ വിശദമായി ചോദ്യം ചെയ്തതിൽ 8 മണിക്ക് സ്റ്റെയർ കേസ് തുറന്നതിൻ്റെ എമർജൻസി അലാറം മുഴങ്ങിയതായി അറിയിക്കുകയും ചിലപ്പോൾ ആ സമയത്ത് DB കൂപ്പർ താഴേക്ക് ചാടിയിരിക്കുമെന്ന നിഗമനത്തിലെത്തുന്ന FBI 8 മണിക്ക് ഫ്ലൈറ്റ് സഞ്ചരിച്ച ലൊക്കേഷൻ കണ്ടുപിടിക്കുകയാണ്. പക്ഷേ അതൊരു വലിയ കാടായിരുന്നു. മാത്രമല്ല വിൻ്റർ സീസൺ ആയതുകൊണ്ട് തന്നെ തിരച്ചിൽ വളരെ കഠിനവുമായിരുന്നു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ല, ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന DB കൂപ്പർ റെയിൻകോട്ട് ധരിച്ചാണ് യാത്ര തുടങ്ങിയതെന്ന്. അതിൻ്റെ കാര്യം ഇപ്പോൾ വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. അതായത് വിമാനം റാഞ്ചണം, ഇന്ന സ്ഥലത്ത് ചാടണം, മഞ്ഞുകാലമായതുകൊണ്ട് തന്നെ റെയിൻകോട്ട് ധരിക്കണം എന്നതൊക്കെ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടാണ് DB കൂപ്പർ ഈ ഒരു വിമാന റാഞ്ചൽ നടത്തിയതും കൃത്യമായ സ്ഥലത്ത് ചാടിയതും. FBI ആ കൊടുങ്കാട്ടിൽ കഠിനമായ തിരച്ചിൽ നടത്തിയെങ്കിലും ആ ഒരു കൊടുങ്കാട്ടിൽ നിന്ന് DB കൂപ്പറിൻ്റെ പൊടി പോലും ലഭിക്കുന്നില്ല. വർഷങ്ങൾ കടന്നു പോകുന്നു. DB കൂപ്പറിൻ്റെ കേസ് നിഗൂഢമായി തുടരുകയും നീണ്ട 10 വർഷങ്ങൾക്കിപ്പുറം, അതായത് 1980-ൽ DB കൂപ്പറിൻ്റെ കേസിന് ആധാരമായ ഒരു തെളിവ് ലഭിക്കുകയുമാണ്. വാഷിങ്ടണിലെ ഒരു നദിയുടെ സമീപത്തായി കളിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിക്ക് ധാരാളം കീറിയ നോട്ടുകൾ ലഭിക്കുകയാണ്. ഉടനെ തന്നെ ആ കുട്ടിയുടെ പേരൻസ് ആ ഡോളർ നോട്ടുകളെ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയുമാണ്. ഡോളർ നോട്ടിലെ സീരിയൽ നമ്പർ പരിശോധിക്കുന്ന FBIക്ക് അത് DB കൂപ്പർക്ക് നൽകിയ ഡോളർ നോട്ടുകളാണെന്ന് മനസ്സിലാവുകയും ഡോളർ നോട്ടുകൾ ലഭിച്ച ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെളിവ് ലഭിക്കുമെന്ന് പരിശോധിക്കുമ്പോൾ യാതൊരു തെളിവും ആ ഒരു ഡോളർ നോട്ട് ലഭിച്ച നദീതീരത്തു നിന്ന് ലഭിക്കുന്നില്ല. പിന്നീടുള്ള ദിവസങ്ങളിലും വർഷങ്ങളിലും DB കൂപ്പർ എന്ന പേരിലുള്ളവരെയും ആ DB കൂപ്പറിൻ്റെ മോച്ചായുള്ളവരെയും 800-ലധികം ആളുകളെയും ചോദ്യം ചെയ്ത FBIക്ക് യഥാർത്ഥ DB കൂപ്പറിനെ കണ്ടെത്താൻ സാധിക്കുന്നില്ല. പക്ഷേ DB കൂപ്പറിനെ കുറിച്ചുള്ള പോലീസുകാരുടെ ചില പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ എന്ന് പറയുന്നത് വിമാനത്തെക്കുറിച്ചും വിമാനത്താവളത്തെക്കുറിച്ചും കാലാവസ്ഥ മാറ്റങ്ങളെക്കുറിച്ചും അറിയാവുന്ന ഒരാളാണ് ഇതിന് പിന്നിൽ എന്നതായിരുന്നു പോലീസിൻ്റെ അന്വേഷണത്തിൽ ഉരുത്തിരിഞ്ഞ നിഗമനം എന്ന് പറയുന്നത്. കാര്യങ്ങൾ എന്തൊക്കെയാണെങ്കിലും DB കൂപ്പർ എന്ന ലോകം കണ്ട ഏറ്റവും വലിയ കള്ളൻ്റെ കഥ 50 വർഷത്തിനിപ്പുറവും നിഗൂഢമായി തുടരുകയാണ്. പുതിയൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. ടേക്ക് കെയർ. ബൈ.